അപ്പോഴേ നമ്മൾ ഇന്നലെ വൈകിട്ട് ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന തെരണ്ടിയെല്ലാം കഴുകി രാത്രി തന്നെ ഞാനത് കറി വെക്കുവാണ് കേട്ടോ. അപ്പോൾ അതിനൂടെ കുറച്ച് നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അതും ഇഡ്ഡലി തട്ടിനകത്ത് വെച്ചു. അപ്പോൾ തേങ്ങ തിരുമ്മി വറുത്തരച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ വറക്കുന്നുണ്ട്. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം, വെള്ളം ഒന്നും ഒഴിക്കാണ്ട്. അപ്പം ഞാൻ ആ സൈഡിൽ കൂടെ ചട്ടിയൊക്കെ അടപ്പ് വെച്ചു, എണ്ണയൊക്കെ ഒഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ശകലം ഇട്ടെടുത്തുള്ളൂ. എനിക്ക് ഇത്തിരി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ മീൻ കറിക്ക് ഇഷ്ടമല്ല, വറുത്തരച്ചതിൻ്റെ ഫ്ലേവറാണ് ഇത് ഏറ്റവും മുമ്പേ നിൽക്കേണ്ടത്. അപ്പോൾ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പൊക്കെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ട് അതും നന്നായിട്ട് കലക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പം നമുക്കത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് തിള വന്നപ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കുടംപുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുടംപുളിയാണ് ഞാൻ ഈ മീൻകറിക്ക് എപ്പോഴും ഉപയോഗിക്കുക. മാങ്ങയൊന്നും ഇട്ട് ഞാനിത് അങ്ങനെ കറി വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ചട്ടിയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്നുകൂടെ നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പറക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് കഷ്ണം ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഇത് കൊള്ളത്തില്ലായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇനി ഇടണോ ബാക്കി ഇടണോ വേണം. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതെല്ലാം അതിനകത്ത് ഞാൻ കുത്തിത്തിരികെ വെച്ചിട്ടുണ്ട്. ചന്തയിൽ ഞാൻ കുറച്ച് ഉണ്ടമുളകും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻ മുളകിന് നല്ല എരിയും ഫ്ലേവറും ഒക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് അത്ര എരിയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഞാൻ 2 അരിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു മണമുണ്ട് ആ മുളകിന് കറിക്കകത്തിടുമ്പോൾ, പക്ഷേ ആ മണം ഇല്ലായിരുന്നു ഇതിന്. മീൻകറിയൊക്കെ അടപ്പിലാക്കട്ടെ. അതിനിടയ്ക്കൂടെ ഞാൻ നാരങ്ങയൊക്കെ അച്ചാറൊക്കെ അതും ആക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ രാത്രി കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെയും തകൃതിയായിട്ട് വീണ്ടും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറൊന്നും രാത്രിയിലാണ് വെച്ചത്. അപ്പോൾ കറികളും രാത്രി എല്ലാം ചൂടോടെ കഴിക്കാൻ നിർത്തിട്ടാണ്. അപ്പോൾ നാരങ്ങ അച്ചാറും മീൻകറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിശാലമായിട്ട് ഇനി ഊണ് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.